ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, അതായത് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള, അതായത് ഏറ്റവും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ നാടുകാർ ശിവഭഗവാനെ വിളിച്ചാൽ മതിയായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ള 9 നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഈ നക്ഷത്രക്കാരെന്ന് വെച്ചാൽ മകയിരം, തിരുവാതിര, കാർത്തിക, പൂയം, ആയില്യം, തൃക്കേട്ട, ചോതി, ഉത്രാടം, ഉത്രട്ടാതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ. ആ നക്ഷത്രക്കാർ ഒരിക്കലും, അതായത് ഈ പറഞ്ഞ 9 നക്ഷത്രങ്ങൾ ഒരിക്കലും തന്നെ ശിവാരാധന മുടക്കാൻ പാടില്ല. അതായത് ഇവരെന്നും 108 പ്രാവശ്യം, ഒന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് കത്തിച്ചതിന് ശേഷം ഓം നമഃ ശിവായ എന്ന മന്ത്രം ഉറപ്പായിട്ടും ജപിച്ചിരിക്കണം. അത് 108 പ്രാവശ്യം എന്നും ജപിക്കുക. ഇവർക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലൂടെ അകന്നു പോകും. അതുപോലെ എല്ലാ നക്ഷത്രക്കാരും ഭഗവാനെ വിളിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കുന്നത്, അതായത് ഇന്ന ആൾക്കോ ഇന്ന നക്ഷത്രക്കാർക്കോ ഒന്നൊന്നുമില്ല, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഏറെ ഉള്ളതാണ്. പക്ഷേ ഈ 9 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇത് ഭഗവാന്റെ ശിവലോകത്തു നിന്ന് തന്നെ വന്നിട്ടുള്ളവരാണ് ഇവർ. അതുകൊണ്ടാണ് ഈ 9 നക്ഷത്രക്കാരുടെ കാര്യം എടുത്ത് പറയുന്നത്. അതായത് ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതിൽ അല്പം പെട്ടെന്ന് തന്നെ ഭഗവാൻ പ്രസാദിക്കുന്നതായിരിക്കും ഇവരുടെ പ്രാർത്ഥന മൂലം. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരെ പറ്റി എടുത്തു പറയുന്നത്. അതുപോലെ ഇവർ എത്രയൊക്കെ വഴിപാടുകളും പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്താലും ഇവർക്കൊരു കാര്യം ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഇവർ ശിവാരാധന നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരുടെ കാര്യം എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ പെട്ട് വളരെയധികം വിഷമങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ, അതായത് സന്താന ദുരിതങ്ങൾ കൊണ്ടോ, അതല്ലെങ്കിൽ രോഗദുരിതങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ തരത്തിൽ ദുഃഖങ്ങളുണ്ടല്ലോ മനുഷ്യന്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ദുഃഖത്തിൽപ്പെട്ട് ഉടലുകയാണ് നിങ്ങളെങ്കിൽ ഈ നക്ഷത്രക്കാർ ഉറപ്പായിട്ടും ഈ 12 ദിവസം അടുക്ക വ്രതം എടുക്കാൻ നോക്കുക. അതായത് 12 ദിവസം വലിയ ഇതൊന്നുമില്ല വ്രതത്തിൽ. കാര്യം ഇത് മാത്രം, അതായത് ഒരു നേരം അരിയാഹാരം ആക്കാം. അതായത് ഒരിക്കലെടുത്തുകൊണ്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു നേരം അരിയാഹാരം, 2 നേരം നമുക്ക് ഗോതമ്പിൻ്റെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ വെജ് മാത്രമേ കഴിക്കാവൂ, നോൺ വെജ് പാടില്ല. നമ്മുടെ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ രാവിലെ തന്നെ കുളിച്ചിട്ട്, നിങ്ങൾക്ക് ഒക്കുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോവുക, അതല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ശിവാരാധന നടത്താവുന്നതാണ്. 108 പ്രാവശ്യം ഓം നമഃ ശിവായ ജപിക്കുക. പിന്നെ നിങ്ങളുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ മഹാദേവന് മുന്നിൽ നിങ്ങൾ പറയുക. ഉറപ്പായിട്ടും നിങ്ങളുടെ സങ്കടം എത്രയും പെട്ടെന്ന് ഭഗവാൻ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ 12ാമത്തെ ദിവസം ഉറപ്പായിട്ട് ഇത്രയും ദിവസം, ആദ്യത്തെ ദിവസവും അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസവും കൂടെ പോയാൽ മതിയായിരിക്കും അമ്പലത്തിൽ. അതല്ല എല്ലാ ദിവസവും പോകാൻ പറ്റുന്നവർ അങ്ങനെ പോവുക. അങ്ങനെ 12ാമത്തെ ദിവസം നമ്മൾ അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോയതിന് ശേഷം ശിവഭഗവാൻ ഒരു ജലധാര, കൂവളത്തുമാല, അതുപോലെ ഒരു ശിവപൂജയും കൂടെ നടത്തുക. ഇത്രയും നടത്തിയതിന് ശേഷം ഭഗവാന്റെ അടുത്ത് നമ്മുടെ സങ്കടങ്ങൾ തീർത്ത് പറയുക. ഈ 12 ദിവസത്തിനകം നിങ്ങൾ എന്ത് കാര്യത്തിലാണോ വിഷമിച്ചിരുന്നത് ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടായി കാണും. ഉണ്ടാവുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അതുപോലെ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ വ്രതം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 12 ദിവസവും നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റി തരുന്നതായിരിക്കും. അതുപോലെ ഓം നമഃ ശിവായ ഒരിക്കലും നിങ്ങൾ മന്ത്രജപം മുടക്കരുത്. എന്നും ഒരു 108 പ്രാവശ്യം ജപിക്കാൻ നോക്കുക. അത് ഇന്ന ടൈമെന്നോ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ആ ടൈമെങ്കിൽ നോക്കുന്നെങ്കിൽ രാവിലെ ജപിക്കുക, വൈകിട്ടാണെങ്കിൽ അത് ജപിക്കുക. അതല്ല നമ്മൾ കിടക്കാൻ നേരത്ത് ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ജപിക്കുക. അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ ജപിക്കുക. മന്ത്രജപം ഒരിക്കലും മുടക്കരുത്. ഈ ഓം നമഃ ശിവായ 108 എന്നുള്ളത് അത് ഇൻക്രീസ് ചെയ്യിച്ച് കൊണ്ടുവരാനേ നോക്കാവൂ, കുറയ്ക്കരുത്. അതായത് കൂട്ടാനേ നോക്കാവൂ. അതായത് 108 എന്ന സംഖ്യയിൽ നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് 208 അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനേ നോക്കാവൂ, അല്ലാതെ കുറയ്ക്കാൻ നോക്കരുത്.
കഴിവതും ഒരു കുറഞ്ഞത് 108 പ്രാവശ്യമെങ്കിലും ഓം നമഃ ശിവായ നിങ്ങൾ ജപിക്കുക. അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ മഹാദേവൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു.